ഹരേ കൃഷ്ണ രാധേശ രാധേശ ഹരേ നാരായണ ഹരി ഓം ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണന്റെ ഇന്നത്തെ ഭാവം എങ്ങനെയാണ്? ഉച്ചപൂജ നട അടച്ച് നെറ്റിയൊക്കെ കഴിഞ്ഞ് നട തുറന്നതിന് ശേഷം എങ്ങനെയാണ് പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് കളഭാലങ്കാരത്തിൽ നിൽക്കുന്നതെന്ന് കാണാനായിട്ട് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ് അല്ലേ. പൊന്നുണ്ണിക്കണ്ണന്റെ ഓരോ ദിവസത്തെ ഭാവങ്ങളും ആ ഭംഗിയും ഒക്കെ നമ്മളിലേക്ക് ഇങ്ങനെ ഭഗവാന്റെ ഓരോ ഭാവങ്ങളും നമ്മളിലേക്ക് എത്തുന്നത് തന്നെ അതിമനോഹരമായ ഭാവത്തോടു കൂടിയാണ് അല്ലേ. ഭഗവാൻ ഇങ്ങനെ ഓരോ ദിവസവും അങ്ങനെ നമുക്കിന്ന് ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് നമുക്ക് ഇങ്ങനെ ഗുരുഭവനപുരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ശബ്ദം കേൾക്കുന്ന എന്നോടൊപ്പം തന്നെ ഭഗവാനെ കാണാനായിട്ട് ഇന്ന് ശ്രീലകത്തേക്ക് എത്തുന്ന എല്ലാവർക്കും സ്വാഗതം ട്ടോ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും എവിടെ ഇരുന്നായാലും എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരായാലും എവിടെ ഇരുന്നായാലും എത്രയോ ആളുകൾ മെസ്സേജ് അയക്കുന്നു, കമൻ്റ് അയക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് ആ ശ്രീലകത്തേക്ക് നിങ്ങളെല്ലാവരെയും കൈപിടിച്ച് കൊണ്ടുപോകാനായിട്ട് ഭഗവാനോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കട്ടെ കേട്ടോ. അങ്ങനെ എല്ലാവരും ഇന്ന് ഗുരുഭവനപുരയിലേക്ക് വരികയാണ്. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഭഗവാനെ കാണാനായിട്ട് ഇങ്ങനെ പോവാണ് അല്ലേ. കിഴക്കേ നടയിൽ കൂടെ വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് അവിടെ ഭഗവാന്റെ പൂക്കളം കാണാം. ഇതെങ്ങനെയാണ് പൊന്നുണ്ണിക്കണ്ണൻ എങ്ങനെയാണെന്ന് ആ പൂക്കളത്തിൽ നടുവിൽ നിൽക്കുന്നത് നോക്കാം. ഒരാനപ്പുറത്ത് ഓടക്കുഴൽ ഊതിക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പനെ നമ്മളിന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ ആ പൂക്കളത്തിൻ്റെ മനോഹാരിതയൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ നടയിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ കൊടിമരത്തിൻ്റെ കീഴേ കൂടെ നമ്മളിങ്ങനെ ഭഗവാനെ കാണാനായിട്ട് നമുക്കിന്ന് ശ്രീലകത്തേക്ക് പോവാട്ടോ. ഹരേ കൃഷ്ണ എല്ലാവരും എന്നോടൊപ്പം തന്നെ വരെ മനസ്സുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്ത് എത്തുന്നതായിട്ട് മനസ്സിലിങ്ങനെ ഫീൽ ചെയ്യുക. എല്ലാവരുടെ മനസ്സും ഭഗവാന്റെ ആ തിരുനടയിലേക്ക് എത്തുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. ഭഗവാനെ ഇങ്ങനെ കാണാം നമുക്ക്. അങ്ങനെ ശ്രീലകത്തെത്തുന്ന നമ്മൾ ഓരോരുത്തരും കാണുന്ന ആ മനോഹരമായ ഭാവത്തെയാണ് ഞാനിപ്പോൾ വർണ്ണിക്കുന്നത്. ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് നിൽക്കുന്നത്? വലത്തെ കൈയിൽ വെണ്ണയും ഇടത്തെ കൈയിൽ പൊന്നോടക്കുഴൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത് അല്ലേ. ഇന്നലെ എന്തായിരുന്നു ഭാവം? ഇന്നലെ പൊന്നോടക്കുഴലും ഒരു കുടം നിറയെ വെണ്ണയുമായിട്ട് ഇങ്ങനെ നമുക്കായിട്ട് തരുന്നതായിട്ടുള്ളൊരു ഭാവമായിരുന്നു ഇന്നലെ. ഒരുപാട് പേർക്ക് ഭഗവാന്റെ ആ വെണ്ണ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് തന്നെ പറയാം കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പം ഇന്ന് അതാ കയ്യിൽ പിടിച്ചിരിക്കുന്ന വെണ്ണ അത് നമുക്കായി തന്നെ കൊണ്ടുവന്നിരിക്കുന്നു കണ്ണൻ. അതാണ് ഇന്നത്തെ ഭാവം. അങ്ങനെ ഇന്നലെ കഴിക്കാത്തവർക്കായിട്ട് ഇന്നതാ കണ്ണൻ കണ്ണൻ എന്തൊരു വലിയ എന്തൊക്കെയാണ് കണ്ണൻ്റെ മനസ്സിൽ ഇങ്ങനെ നമ്മളെക്കുറിച്ചുള്ള ആ ഭക്തരെക്കുറിച്ച് ഏത് സമയം ഭക്തരെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയോ ഒരു ഗുരുവായൂരപ്പൻ, ഇങ്ങനെയോ ഒരു കണ്ണനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്കായിട്ട് നമ്മളുടെ ആ ജീവിതത്തിൽ നമുക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ഭക്തരെ മനസ്സ് സന്തോഷിപ്പിക്കാനായിട്ട് പൊന്നു ഗുരുവായൂരപ്പൻ ഇങ്ങനെ നമുക്ക് വേണ്ടി അതാ വീണ്ടും കയ്യിൽ വെണ്ണയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നു അല്ലേ. ആ ഒരു മനോഹരമായ ഭാവത്തെ ആ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കുക. ആ വിടർന്ന ആ പുഞ്ചിരിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കും. ഭഗവാന്റെ ആ ഒരൊറ്റ പുഞ്ചിരി മതി കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ദുഃഖം. ഹരേ കൃഷ്ണ. ഭഗവാനെ കുറിച്ച് പൂജാലങ്കാരം ഞാനിവിടെ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ എന്താ പറയാ, പല്ലികൾ ഇങ്ങനെ ചിലക്കട്ടോ. എപ്പോഴും ഉള്ളതാണ് അത് കേട്ടോ. എന്തായാലും ആദ്യമൊക്കെ ഞാനും വിചാരിച്ചു ഇതെന്താണ് ഇങ്ങനെയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, സത്യം പറയാലോ. ഇപ്പം ഞാനും അതിങ്ങനെ എൻജോയ് ചെയ്യാണ്. സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ വർണ്ണന കേൾക്കുമ്പോൾ എന്താ പ്രകൃതി പോലും, അല്ലെങ്കിൽ ആ പ്രകൃതിയിൽ നമ്മളെ ഇപ്പോൾ വീട്ടിലെ പല്ലികളൊക്കെയല്ലേ അല്ലേ, അവർ പോലും എത്ര കണ്ട് സന്തോഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലായോ ഇപ്പം എല്ലാവർക്കും? അവർക്കൊക്കെ എത്ര സന്തോഷമാണ് എൻ്റെ ഈ വോയിസ് കേൾക്കുമ്പോൾ. ഹരേ കൃഷ്ണ. സത്യത്തിൽ ഭഗവാൻ തന്നെ പറയുന്ന ഒരു വോയിസാണിത് എന്ന് മനസ്സിലാക്കുക. കാരണം ഞാൻ സുഖമില്ലാണ്ടിരിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ശ്രീലകത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് കണ്ണനെ കാണുക, ഭഗവാനെ വർണ്ണിക്കുക,
അതിനൊന്നും എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് കാഴ്ച കുറവാട്ടോ. ഞാൻ ഗുരുവായൂർ പോകുന്നത് തന്നെ ഞാൻ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഞാൻ അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. ഞാനാണ് ഭഗവാന്റെ വർണ്ണന ഇങ്ങനെ ചെറിയൊരു കാഴ്ചയുടെ ചെറിയൊരു വെളിച്ചത്തിൽ ഇങ്ങനെ പറയുന്നത്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ പറയാൻ സാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്നത് ഗുരുവായൂരിൽ നിന്ന് എനിക്ക് ഉച്ചപൂജ അലങ്കാരം അയച്ചു തരുന്ന വിദ്യയും അതുപോലെ തന്നെ സിത്താരയുമാണ് എനിക്ക് വീഡിയോ ആക്കി തരുന്നത്, എഡിറ്റ് ചെയ്ത് തരുന്നത് എറണാകുളത്തുള്ള സിത്താരയാണ് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ്, അല്ലാതെ എനിക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്ന ഒരാളല്ല. അങ്ങനെയുള്ള ഒരാളാണ് ഞാനിത് പറയുന്നത്. വർഷം 3 പറയാൻ തുടങ്ങിയിട്ട്, ഉച്ചപൂജ അലങ്കാരം പറയാൻ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പൻ്റെ വർണ്ണന നമുക്ക് കേൾക്കാം. അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പൻ നമ്മളിങ്ങനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട്, അതിമനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട്, കയ്യിൽ വലത്തേ കയ്യിൽ ഇങ്ങനെ വെണ്ണയൊക്കെ പിടിച്ചുകൊണ്ട്, ഇടത്തേ കയ്യിൽ സ്വർണത്തിൻ്റെ ഓടക്കോൾ ഇങ്ങനെ അടുത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട്, അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഉണ്ടമാലയും വനമാലയൊക്കെ ചൂടിക്കൊണ്ട് കഴുത്തിലെ അരമണിക്ക് ഇങ്ങനെ കാൽത്തളകളൊക്കെ അതിമനോഹരമായ വീതിയോട് കൂടിയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടല്ലേ, 2, 3, 4 മാലകളൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട്, വലയ്ക്കാമാല ഉണ്ടമാലയൊക്കെ ചാർത്തിക്കൊണ്ട് അങ്ങനെ അതിമനോഹരമായ ഭാവത്തോടു കൂടി ഇങ്ങനെ പൊൻതളകളൊക്കെ ഇങ്ങനെ വീതി കൂടിയ പൊൻതളകളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് അതിമനോഹരമായി തന്നെ ഭഗവാൻ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട്, നമ്മളെയൊക്കെ ആശ്വസിപ്പിക്കാനായിട്ട്, നമ്മളെയൊക്കെ സാന്ത്വനിപ്പിക്കാനായിട്ട്, നമ്മുടെയൊക്കെ എല്ലാ ദുഃഖങ്ങളും, നമ്മുടെ മനസ്സിൽ എന്തൊക്കെ അലട്ടുന്നുണ്ട്, നമ്മൾ എന്തെല്ലാം പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് അല്ലേ. ജീവിതമാകുന്ന ഒരു സകരമാണ് അല്ലേ. നമുക്ക് ലക്ഷ്യത്തിലെത്തണം, നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, ആരും തളരാതിരിക്കണം. ഭഗവാനെ എപ്പോഴും മനസ്സിൽ ഓർത്തുകൊണ്ട്, പൊന്നു ഗുരുവായൂരപ്പനെ മനസ്സിൽ ഓർത്തുകൊണ്ട്, നമുക്ക് ജീവിതത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഭഗവാനെ മനസ്സിൽ ഓർത്തുകൊണ്ട്, ഭഗവാനെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധിയും നമുക്ക് നേരിടാൻ പറ്റുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ നമ്മുടെ ജീവിതയാത്ര ഇങ്ങനെ തുടരണ്ടേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമുക്കങ്ങനെ അതിന് സാധിക്കട്ടെ. എല്ലാ തരത്തിലുള്ള നമ്മളെ അലട്ടുന്നതായിട്ടുള്ള എല്ലാ സങ്കടങ്ങളും മാറ്റിക്കൊണ്ട്, ഭഗവാനിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട്, നമ്മുടെ കൂടെ ആരാ ഉള്ളത്? നമ്മുടെ കൂടെ സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനാണുള്ളത് എന്ന് അത് മാത്രം മനസ്സിൽ സങ്കല്പിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജീവിതത്തിലെ പലരുമായിട്ട് മെസ്സേജ് അയക്കാം, PM-ലൊക്കെ മെസ്സേജ് അയക്കുന്ന ഒക്കെ കൂട്ടത്തിൽ എല്ലാവരുടെ പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയാണ് ഞാൻ പറയാറ്. എന്തായാലും നമുക്ക് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന ആത്മവിശ്വാസം ഉണ്ടല്ലോ. കണ്ണനാണ് കൂടെയുള്ളത്. നമ്മുടെ മനസ്സിലിരുന്ന് ഭഗവാൻ പറഞ്ഞു തരുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഒപ്പം ഭഗവാനാണുള്ളത്. സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനാണ് നമ്മുടെ കൂടെയുള്ളത് എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മുതൽക്കൂട്ടായിട്ട്, നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ നയിക്കാനായിട്ട്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് ഭഗവാൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തെ മനസ്സിലിങ്ങനെ ഉറപ്പിച്ചുകൊണ്ട്, നമുക്ക് എല്ലാ തരത്തിലും എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്തുകൊണ്ട്, എന്നെ പോലെ കേട്ടോ, എന്നെ ഒരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ എടുക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ഭഗവാൻ മുന്നിൽ എന്നെ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നു, ഈ അമ്മയെ കണ്ടു പഠിക്കൂ എന്നൊക്കെ പറയുന്ന പോലെ എന്നെ കണ്ട് നോക്കൂ നിങ്ങൾ എന്നെ. അപ്പോൾ എനിക്ക് ഇതൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടി നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പൊന്നു ഗുരുവായൂരപ്പനെ ഇങ്ങനെ കണ്ടുകൊണ്ട്, അങ്ങനെ ഭഗവാന്റെ പുഞ്ചിരി ലയിച്ചുകൊണ്ട്, പൊന്നു ഭഗവാന്റെ തൃപ്പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് നമ്മളിന്ന് ശ്രീലകത്ത് നിൽക്കുകയാണ് അല്ലേ. അങ്ങനെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ പൊന്നു പാദങ്ങളിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും വേദനകളും ഒക്കെ പൊന്നു തൃക്കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട്, അങ്ങനെ നമ്മൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കട്ടെ. പൊന്നു ഗുരുവായൂരപ്പൻ്റെ നെയ്വിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന, പൊന്നിൽ തിളങ്ങി നിൽക്കുന്ന, അങ്ങനെ വേണം ഇന്നത്തെ അലങ്കാരം കേട്ടോ. അത്ര മനോഹരമായിട്ടാണ് അല്ലേ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പൊന്നിൽ തിളങ്ങി നിൽക്കുന്ന പൊന്നു ഗുരുവായൂരപ്പനെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ
ഭഗവാനെ ഇങ്ങനെ താണ് വണങ്ങിക്കൊണ്ട് പൊന്നു ഗുരുവായൂർ എപ്പോഴും നമ്മുടെ മനസ്സിലിരുന്നു കൊണ്ട് നമുക്കായിട്ട് നമ്മൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് എല്ലാ സങ്കടങ്ങളും പറയാനായിട്ട് ഗുരുവായൂരപ്പനല്ലാതെ ആരാ നമുക്കുള്ളത്? ഹരേ കൃഷ്ണ അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതുകൊണ്ട് നമുക്കിന്ന് ശ്രീലകത്ത് നിന്ന് ഇന്നിങ്ങനെ മെല്ലെ ഒന്ന് തിരിയാം അല്ലേ? അങ്ങനെ അവിടെ നിന്ന് മെല്ലെ തിരിഞ്ഞുകൊണ്ട് നമുക്ക് ആ ഗണപതി ഭഗവാനെയൊക്കെ ഒന്ന് താണ് വണങ്ങിക്കൊണ്ട് എത്തൊക്കെ ഇട്ടുകൊണ്ട് അല്ലേ, അങ്ങനെയുള്ള ആ കൽത്തൂണുകളൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് ദശാവതാരത്തിലെ വിവിധ ഭാവങ്ങളെ കണ്ടുകൊണ്ട് അങ്ങനെ ആ ഭഗവാന്റെ അമ്മയായിട്ടുള്ള യശോദാമ്മയെ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ അനന്തശായിയായിട്ട് സശാൽ ഭഗവാൻ ഇങ്ങനെ കിടക്കുന്ന അനന്തശായിയായിട്ടുള്ള സശാൽ മഹാവിഷ്ണുവിനെ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ നേരെ തിരിയുന്നു. അങ്ങനെ നമ്മൾ നേരെ തിരിഞ്ഞുകൊണ്ട് നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഓട്ടി നടന്ന ആ നിലത്ത് ആ ഭാഗത്ത് കൂടെയൊക്കെ നമ്മളിങ്ങനെ നടക്കുകയാണ് അല്ലേ. ആ പൊന്നു ഗുരുവായൂരപ്പൻ ഓടി നടന്ന ആ കാലുകളിൽ പതിഞ്ഞിട്ടുള്ള ആ പൊന്നു മൺതരികൾ നമ്മുടെയൊക്കെ ഇങ്ങനെ കാലിന്മേലൊക്കെ ഒന്ന് പതിയാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും കേട്ടോ. അതാണ് ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മൾ മണിക്കിണറൊക്കെ ഒന്ന് കാണുന്നു. അങ്ങനെ ചുമർ ചിത്രങ്ങൾ ആ ശില്പങ്ങളൊക്കെ ഒന്ന് കാണുന്നു. അങ്ങനെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ താമരക്കണ്ണനെയൊക്കെ ഒന്ന് കാണുന്നു അല്ലേ. താമരക്കണ്ണനെ ഏകദേശം ഒരു മിഡിൽ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി കൊണ്ട് നീങ്ങിയിട്ട് പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് താമരക്കണ്ണനെ കാണാതെ പോരരുത് എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ താമരക്കണ്ണനെ നമ്മൾ കാണുന്നു. അങ്ങനെ ആ പൊന്നു താമരക്കണ്ണനെ കൈപിടിച്ച് നമ്മളിങ്ങനെ കൈപിടിച്ച് നടക്കുകയാണല്ലേ. ആ പൊന്നു പാദസരം ഇങ്ങനെ ആ കിലുങ്ങുന്ന ശബ്ദം മനസ്സിലേക്ക് ഇങ്ങനെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അല്ലേ. അങ്ങനെ നമ്മുടെ കയ്യും പിടിച്ച് അങ്ങനെ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മളെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ വിരലിങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ കൂടെ പോരുകയാണ് കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം ഇന്ന് ഗുരുഭവനപുരിയിൽ ശ്രീലകത്തെത്തിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാനെ കാണാൻ സാധിച്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം നിത്യമായിട്ടുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ രാധേശ്വര രാധേശ്വര. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ ഹരേ.